Hi everyone, this is about postmodernism, recording number 2. So this is the second video on postmodernism. Still തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, അതായത് മോഡേണിസത്തിൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ റെലവൻസും അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള പ്രിമൈസസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നമ്മളെവിടെയും ഈ ഫസ്റ്റ് വീഡിയോ ഒരു 20 minutes എബോവ് ഉണ്ടെങ്കിലും അതിലും മോഡേണിസം ഇനിയും എൻഡ് ചെയ്തിട്ടില്ല. ആക്ച്വലി മോഡേണിസത്തിൻ്റെ കാര്യങ്ങൾ ഇനിയും കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് പീരിയഡ് ഓഫ് ഹൈ മോഡേണിസം. ഇറ്റ്സ് ആക്ച്വലി 20 years ഫ്രം 1910 to 1930s. ആ സമയത്താണ് മോഡേണിസം, അതായത് മോഡേണിസം തന്നെയും ആർട്ടിൽ ഒരുപാട് ടെക്നിക്കൽ എക്സ്പെരിമെൻറ്റ് നടത്തിയ കാലമാണെന്ന് ഓർമ്മിക്കുക. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വിത്ത് പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് മോഡേണിസത്തോടെയാണ് ആർട്ടിൽ ഈ പറയുന്ന റെവല്യൂഷൻ വന്നതെന്ന് വിചാരിക്കരുത്. കാരണം നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ള എല്ലാ മേഖലകളിലുള്ള മ്യൂസിക്, പെയിൻറ്റിങ്, അതുപോലെ ആർക്കിടെക്ചർ പിന്നെ മറ്റുള്ള, അതായത് ഈ നാറേറ്റീവ് സ്ട്രക്ചറിൽ തന്നെയുള്ള ഡിഫറൻസസ് ഒക്കെ വന്നത് മോഡേണിസത്തോടെയാണ്. ഈ ഒരു ഹൈ മോഡേണിസത്തിലുള്ള റൈറ്റേഴ്സിന് നമുക്ക് വളരെ റിയലി ഫെമിലിയർ വിത്ത് ദം. ടി.എസ്. എലിയറ്റ്, ജെയിംസ് ജോയ്സ്, എസ്രാ പൗണ്ട്, വെർജിനിയ വൂൾഫ്, വോളസ് സ്റ്റീവൻസ്, മാർസൽ പ്രൗസ്റ്റ്, ഫ്രാൻസ് കാഫ്ക, ഓൾ ദീസ് റൈറ്റേഴ്സ് വി ആർ ഫെമിലിയർ വിത്ത്. അവരുടെ 1-2 റൈറ്റിങ്സ് എങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നമുക്കറിയാം. അവരൊക്കെ വളരെ വലിയ രീതിയിലുള്ള എക്സ്പെരിമെൻറ്റ് നടത്തിയവരാണ്. അതായത് ഫോംസിൽ തന്നെ, അതായത് ലിറ്ററേച്ചറിൻ്റെ ഫോമിൽ തന്നെ വലിയ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുവരെയും എഴുതി വന്ന റൈറ്റിംഗ് ടെക്നീക്സ് അല്ല ഇവർ മുന്നോട്ട് ഫോളോ ചെയ്തത്. അപ്പോൾ ഇവിടെ മോഡേണിസം ആക്ച്വലി മേജർ ക്യാരക്ടറിസ്റ്റിക്സ് വി വിൽ ഹാവ് ടു സീ വിത്ത്. അത് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് തന്നെ നമുക്ക് ഒരു 5 points ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വി ക്യാൻ സീ ഇറ്റ് ഇൻ പേജ് നമ്പർ 79 ഓഫ് ബിഗിനിങ് തിയറി ബൈ പീറ്റർ ബാരി. ആ ടെക്സ്റ്റാണെന്ന് ഓർമ്മിക്കുക. ആ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഡിസ്കഷൻ പോകുന്നത്. സോ ഇറ്റ് വാസ് ടോൾഡ് ഇൻ ദി ഇൻട്രൊഡക്ടറി വീഡിയോ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് പോയിന്റ്, ഇറ്റ്സ് എംഫസിസ് ഓൺ ഇംപ്രഷനിസം സബ്ജക്റ്റിവിറ്റി and how we see is given importance than what we see. സോ അവിടെ എന്താണ്, ദാറ്റ് ഇസ് ഓൺ ഹൗ വി സി. അതായത് എംഫസിസ് വരുന്നത് ഇംപ്രഷനിസം ആൻഡ് സബ്ജക്റ്റിവിറ്റി, ഒരു ഇംപ്രഷൻ ക്രിയേറ്റഡ് ബൈ ആർട്ട്. അപ്പോൾ അതാണ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനൊക്കെ വാട്ട് വി സി എന്നുള്ള ആ ഒരു എന്താ പറയുക, അത് അവിടെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് അങ്ങനെയാണ്, നമ്മൾ മുന്നിൽ എന്ത് കാണുന്നു എന്നുള്ളതല്ല. അങ്ങനെയാകുമ്പോൾ ക്രോണോളജിയാണ്. നമ്മൾ എന്താ കാണുന്നതെന്ന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ദ പേഴ്സൺ ഈസ് ഇൻ പൊസിഷൻ എ, ദെൻ പൊസിഷൻ ബി, ദെൻ പൊസിഷൻ സി. അപ്പോൾ ഇങ്ങനെ അതാണ് നമുക്ക് ഒരു പ്ലേസ് നെയിമിന് പകരം അങ്ങനെ പറയാന്ന് വെച്ചാൽ അയാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി. അത് ഇപ്പം ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണെങ്കിൽ ആ ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മാത്രം നടക്കുന്ന ഇവൻറ്റ്സ്. ഇങ്ങനെയാണ് വാട്ട് വി സി എന്ന് വരിക. അതേസമയം നമ്മളിങ്ങനെയാണ് ഹൗ വി സി എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങുന്നു. സോ ദാറ്റ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നീക്ക് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ഓർ റെലവൻറ്റ്. അതെങ്ങനെയാണ് സംഭവിക്കുക, അതായത് ഹൗ വി സി, അതായത് ആ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ നോക്കിക്കാണുന്നു. അല്ലെങ്കിൽ ഒരു പുറത്തു നിന്നൊരു റൈറ്റർ എഴുതുന്നു, അല്ലെങ്കിൽ ഈവൻ ദ ക്യാരക്ടർ ഹിംസെൽഫ് ഓർ ഹെർ സെൽഫ് റൈറ്റ്സ്. സോ ദാറ്റ് ഞാൻ എങ്ങനെ കാണുന്നു, എനിക്കിപ്പോൾ ഈ മൊമെൻറ്റിലുള്ള കാര്യം മാത്രമേ ഞാൻ ചിന്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മൊമെൻറ്റിൽ നടക്കുന്ന കാര്യം മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നില്ലല്ലോ. ദ ക്യാരക്ടർ ക്യാൻ ഗോ ബാക്ക് ടു ഇയേഴ്സ്, എത്രയോ മുന്നേയുള്ള കാലഘട്ടങ്ങളിലേക്ക് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് മെമ്മറീസിലൂടെ, ഓർമ്മകളിലൂടെ, റീകളക്റ്റിങ്ങിലൂടെ സഞ്ചരിക്കാൻ പറ്റും. സോ ദാറ്റ്സ് വൈ ദേ ടോക്ക് അബൌട്ട് ഹൗ വി സി ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് വി സി. അപ്പോൾ അവിടെയാണ് a preoccupation evident in the use of stream of consciousness technique എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. The second point is a movement in novels away from the apparent objectivity provided by such features as omniscient external narration, fixed narrative points of view and clear-cut moral positions. ഇതൊന്നും ഇവർ ഹൈ മോഡേണിസ്റ്റ് റൈറ്റിങ്ങിൽ നമ്മൾ കാണില്ല. അതായത് ഒരു omniscient എക്സ്റ്റേണൽ നറേഷൻ എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു ഫിക്സേഷൻ അവിടെ വന്നു, അല്ലെങ്കിൽ ഒരു തരം ഗ്യാരണ്ടീങ് ദാറ്റ് ഈസ് ദർ, അതൊന്നുമില്ല. അതുപോലെ ഫിക്സഡ് നറേറ്റീവ് പോയിൻറ്റ്സ് ഓഫ് വ്യൂ ഇല്ല. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ നറേറ്റീവിലേ പറ്റുള്ളൂ, ഇതൊന്നുമില്ല. ഇതൊക്കെയും ഇറേസ്ഡ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പണ്ടത്തെ റൈറ്റിംഗ് സ്റ്റൈൽസിലെ റൈറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഒക്കെയും ഇവർ ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ വേറെ മറ്റുള്ള രീതിയിലേക്ക് റിവേർട്ട് ചെയ്യുവാണ്. സോ
ആൻഡ് വിത്ത് എ ക്ലിയർ കട്ട് മോറൽ പൊസിഷൻ, അതും നമ്മൾക്ക് കാണാൻ പറ്റില്ല. അവിടെയൊക്കെയാണ് ഇൻ ദ സെയിം റൈറ്റിംഗ് വിത്തിൻ ദ സെയിം പാരഗ്രാഫ് വി ക്യാൻ സി എ ലോട്ട് ഓഫ് കോൺട്രാഡിക്ടറി ഐഡിയാസ്. അത് പണ്ടാണെങ്കിൽ വളരെയധികം ആ റൈറ്റിങ്ങിൻ്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നിടത്ത് നൗ ഇറ്റ് ഇസ് ലൈക്ക് ഇറ്റ്സ് സംതിങ് പോസിബിൾ. കാരണം ഒരു ഹ്യൂമൻ, അതായത് ഈ മോഡേണിസം വരുന്ന കോണ്ടെക്സ്റ്റിനെ പറയുമ്പോഴാണ് അത് എക്സാക്ട്ലി ഇതിൻ്റെയൊക്കെ റെലവൻസ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വലിയ മാറ്റം, അതായത് ഒരു ഫിക്സേഷൻ അല്ലെങ്കിൽ ഫിക്സഡ് സംവാട്ട് സെക്യൂർ പോയിന്റ്സ് ലൈക്ക് മോറൽ പൊസിഷൻ ക്ലിയർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നറേറ്റീവ് പോയിന്റ് ഉണ്ട്, വ്യൂ പോയിന്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ കംഫർട്ടിംഗ് ആണ് ശരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഇത്തരം ഷിഫ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മോഡേണിസം വരുന്ന കോണ്ടെക്സ്റ്റ് അതാണ്. ഈ ആഫ്റ്റർ ദി വേൾഡ് വാർ ഓർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ വേൾഡ് വാർ, ലൈക്ക് ഇത്രയും ലൈഫ്, ഹ്യൂമൻ ലൈഫിനെ വല്ലാത്ത രീതിയിൽ എന്താ പറയുക മൊത്തത്തിൽ മാറ്റിമറിച്ച ഇവൻറ്റ്സ് ആയിരുന്നു ഈ വേൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടം എല്ലാ വെസ്റ്റേൺ കൾച്ചറിനെയും മറ്റുള്ള എല്ലാ എക്കണോമിക് എല്ലാ ബാലൻസും ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഹ്യൂമൻ ബീയിങ്സ് നോ ലോങ്ങർ യുവർ ലൈഫ്, ദ ഹാർഷ് റിയാലിറ്റി ഓഫ് ദ ലൈഫ്, അത് ഇനിയൊരിക്കലും ഹാർമോണിയസ് അല്ല. അതുവരെയുമുള്ള നറേഷനിൽ എത്രമാത്രം കഷ്ടപ്പെടുന്ന ജനത ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള കാലഘട്ടങ്ങളുണ്ട്. പക്ഷേ എവിടെയും ഇത്രയും സ്കാറ്റേർഡ് ആയിപ്പോയി, അതായത് എല്ലാം തകരില്ല എന്ന് വിചാരിച്ചിരുന്ന വെസ്റ്റേൺ സിവിലൈസേഷൻ പോലും എല്ലാം എവ്രിതിങ് ഗോട്ട് ഷേക്കൺ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആർട്ട് എന്ന് പറയുന്നത് ലൈഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്നറിയാം, അല്ലെങ്കിൽ ആർട്ടിനൊരു റിയാലിറ്റി, ഒരു ലൈഫ് റിയാലിറ്റി, ഒരു ബേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇന്നത്തെ ഇനിയുള്ള ലൈഫ്, ഇനിയുള്ള ഈ പറഞ്ഞ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഹ്യൂമൻ ലൈഫ് റേറ്റ് ചെയ്യാൻ അതിന് കണക്കായിട്ടുള്ള തരത്തിൽ ആർട്ടിനെ മാറ്റിയെടുക്കുക, അതാണ് ആക്ച്വലി ഇവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഫിക്സഡ് നറേറ്റീവ് പോയിൻറ്റ്സോ ഫിക്സഡ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സോ ഒന്നും ഇനിയില്ല. അപ്പോൾ ആ വേൾഡ് വാർ ഈ ഒരു വേൾഡിനെ തന്നെ ശരിക്കും വല്ലാതെ അങ്ങോട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ആർട്ട് ഓൾസോ ഷുഡ് ബി ലൈക്ക് അതിനോട് അതിന് ആ രീതിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻ പോസിബിൾ ആക്കുന്ന രീതിയിൽ ആർട്ടിനെയും അങ്ങനെ തന്നെ മാറ്റി അതിൻ്റെ സ്ട്രക്ചർ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു രീതി വരുന്നത്. അല്ലെ ആ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് ഈ മോഡേണിസം എന്ന് പറയുന്ന തോട്ടിലേക്ക് വരുന്നത് ശരിക്കും. സോ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമൊക്കെ നമുക്കറിയാം. ആക്ച്വലി അതിനൊക്കെ ശേഷം തന്നെയാണ് ഈ ഒരു മോഡേണിസം എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയിലേക്ക് നമ്മൾ ആ ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്, 1910 to 1930. സോ വേൾഡ് വാർ ഫസ്റ്റ് നമുക്കറിയാം കാലഘട്ടം എന്തായാലും ഇതിനുള്ളിലാണ് വരുന്നത്. സെക്കൻഡ് വേൾഡ് വാർ ഈവൺ ആഫ്റ്റർ ദാറ്റ് രണ്ടും ഇമ്പാക്റ്റ് ഏകദേശം ഈ ഒരു തരത്തിൽ ആ ഒരു ബ്രേക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ബ്രേക്ക് ഓഫ് കൺസിസ്റ്റൻസി, ഇതൊക്കെ ഒരു മനുഷ്യകുലത്തിന് മനസ്സിലാക്കിയ ഹ്യൂമൻ റേസ് തന്നെ മനസ്സിലാക്കി കളഞ്ഞ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതാണ്. സോ ആർട്ടും അതേ രീതിയിലേക്ക് മാറണം ടു റെപ്രസെൻറ്റ് സച്ച് എ റിയാലിറ്റി. ഈവൻ ദോ ഇറ്റ് ഇസ് വെരി ഹാർഷ്, the art also should change it in that way, or the cause of art should be molded in that way. ഇതാണ് ഇവരുടെ സ്റ്റാൻഡ് പോയിന്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അതുവരെ ഉണ്ടായിരുന്ന ക്ലിയർ കട്ട് മോറൽ പൊസിഷൻസ് ഇതൊക്കെയും ഇവർ മാറ്റുന്നത്. And a blurring, third point, it's about a blurring of the distinctions between genres so that novels tend to become more lyrical and poetic. For instance, and poems tend to become, and poems more documentary and prose-like. So ഇങ്ങനെ ഇനി പിന്നെ അതുവരെയും എന്താണെന്ന് പറഞ്ഞാൽ ആർട്ട് ഫോംസിനൊക്കെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫിക്സഡ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ മാത്രമാണ് യു ക്യാൻ കോൾ ഇറ്റ്, ഇഫ് യു വോണ്ട് ടു കോൾ ഇറ്റ് എ നോവൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. ഇഫ് യു വോണ്ട് ടു കോൾ ഇറ്റ് എ പോം ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. അപ്പം അത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട്. കാരണം അരിസ്റ്റോട്ടിൽ പോയറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയായിരിക്കണം ഒരു പെർഫെക്റ്റ് ട്രാജഡി എന്ന് പറഞ്ഞ ഒരു ഹോൾ ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. സോ ഇതേ കാര്യം അങ്ങനെ ബുക്ക് ലെങ്ത് അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ഒരു നോവലും എന്താണ് ഒരു പോയം. അപ്പോൾ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചില ഫീച്ചേഴ്സ്, അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇവരിൽ കാണുന്നത്. സോ ദാറ്റ് നോവൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസ് ലൈക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മോർ പോയറ്റിക്കായി മാറുക, അതുപോലെ പോയട്രി ബിക്കമിങ് മോർ ഡോക്യുമെൻ്ററി ആൻഡ് പ്രോസ് ലൈക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടെൻഡൻസി നമ്മൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, ന്യൂ ലൈക്കിംഗ് ഫോർ ഫ്രാഗ്മെൻറ്റഡ് ഫോംസ്, discontinuous narratives and random seeming collages of disparate materials. പിന്നെ കൊളാഷ് ലൈക്ക്, അതായത് ഡിസ്കണ്ടിന്യൂസ് നാററ്റീവ്സിനും ഫ്രാഗ്മെൻറ്റഡ് ഫോംസിനും ഒക്കെ
ഇവരൊരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനോടുള്ളൊരു തരം ഫാസിനേഷൻ അങ്ങനെ എഴുതിയ അതാണ് ആ എഴുത്തിനെ ഈ ഇത്തരത്തിലുള്ള സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു വേൾഡിൻ്റെ റിയാലിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു തോന്നലിലേക്ക് വരുന്ന പോലെ അവർ ആർട്ടിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഒരു ഫേസ് തന്നെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് ലാസ്റ്റ് പോയിന്റ് ഇസ് എ ടെൻഡൻസി ടുവാർഡ്സ് റിഫ്ലെക്സിവിറ്റി സോ ദാറ്റ് പോംസ്, പ്ലേസ് ആൻഡ് നോവൽസ് റേസ് ഇഷ്യൂസ് കൺസേണിങ് ദെയർ ഓൺ നേച്ചർ, സ്റ്റാറ്റസ് ആൻഡ് റോൾ. അപ്പോൾ ഇതാണ് അത് റാൻഡമായിട്ടൊരു ദ റിഫ്ലെക്സിവിറ്റി, അതായത് ഒരു പോയംസും പ്ലേസ് ഇതിലൊക്കെ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ പോലെയുള്ള കുറേ ഫീച്ചേഴ്സ് കൊണ്ടുവരിക, അതിൻ്റെ തന്നെ സ്വന്തം നേച്ചർ അത് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെ അത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന റൈറ്റിങ്സ് വരിക. ദിസ് ഈസ് ദ വേ. അവർ പല എക്സ്പെരിമെൻറ്റിങ്, അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഓരോ എക്സാമ്പിൾ എടുത്തിട്ട് പറഞ്ഞാൽ ശരിക്കും അതിനൊക്കെ ഓരോ എക്സാമ്പിൾ തന്നെ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. പക്ഷേ നമുക്ക് ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സായിട്ട് ആ പോയിൻറ്റ്സ് പറഞ്ഞു പോകുന്നത് കൊണ്ട് വി ക്യാൻ തിങ്ക് അബൌട്ട് ഹൗ ഇറ്റ് ക്യാൻ, എങ്ങനെയാണ് ഒരു ബുക്ക് തന്നെ ബുക്കിനെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ ബുക്കിൻ്റെ ഉള്ളിൽ ബുക്സിനെ പറ്റി ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുക. ഇതൊക്കെ ഒരു പുതിയ ട്രെൻഡാണ്. അപ്പോൾ അതൊക്കെ മോഡേണിസം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. So the overall result of these shifts actually producing literature seems dedicated to experimentation and innovation. നമുക്ക് അതിൽ നിന്നൂടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിനെ നമുക്ക് വലിയൊരു എക്സ്പെരിമെൻറ്റേഷനും ഇന്നോവേഷനും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ, പുതിയ റൈറ്റിംഗ് സ്റ്റൈൽസ്, അതുവരെയുമുള്ള പോലെ ഇൻഫ്ലെക്സിബിലിറ്റി ഇല്ല. കാരണം എന്തും ആർട്ടിൽ ഏത് രീതിയിലുള്ള എക്സ്പെരിമെൻറ്റും ഓക്കെ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. റീസൺ ഇതാണ്, അതാണ് റെപ്രസെൻ്റ്. അങ്ങനെ മാത്രമേ ഇനിയുള്ള ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഇതുവരെയുള്ള ഹാർമോണിയസ് ആയിട്ടല്ലാത്ത ഒരു വേൾഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ആർട്ട് ആവശ്യമാണ് എന്നാണ്. സോ ദ ടെൻഷൻ ജനറേറ്റഡ് ഇൻ എ ഡിക്കേഡ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ക്രൈസിസ് യു ക്യാൻ സീ ദ. So in the 1930s, political as well as economic crisis after the World War. പിന്നെ വീണ്ടും വേൾഡ് ഒരു അടുത്ത യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ദ സെൻറ്റേഴ്സ് വർ ഷെയ്ക്കൺ ആൻഡ് നെവർ റീബിൽഡ്. അതിനുള്ള ടൈം കിട്ടുന്നതിന് മുന്നേ അടുത്ത യുദ്ധത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ ആ ഒരു ക്രൈസിസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. റിസർജൻസ് ഇൻ 1960s, നമുക്കറിയാം റിസർജൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് നമുക്കതിൻ്റെ ഒരു തിരിച്ച് അല്ലെങ്കിൽ ആ ഹീലിങ്ങിന് എത്രയോ ടൈം എടുത്തിട്ട്, അപ്പോൾ അതിനുള്ളിൽ വന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഈ പറയുക. ബട്ട് ദ റിസർജൻസ് ടു പ്ലേസ് ഇൻ ദ 1960s, എ ഡിക്കേഡ് വിച്ച് ഹാസ് ഇൻട്രസ്റ്റിംഗ് points of similarity with the 1920s when modernism was at its height. However, modernism never regained the preeminence it had employed in the earlier period. മോഡേണിസം പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ആ സ്ട്രെങ്ത് പിന്നീട് റീഗെയിൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചേഴ്സോടുകൂടിയുള്ള പുതിയ ഒരു രീതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് നമ്മളെവിടെ ശരിക്കും ഡിസ്കഷൻ തുടങ്ങുക പോസ്റ്റ് മോഡേണിസത്തിൻ്റെ. അതായത് ഓഫ് കോഴ്സ് വീണ്ടും ഉള്ള രണ്ടാമത്തെ വേൾഡ് വാറൊക്കെ കഴിഞ്ഞു, പക്ഷേ എന്നിട്ടും വേൾഡിലെ മറ്റുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല. ഓരോ ഡിക്കേഡ് ആഫ്റ്റർ ഡിക്കേഡ് ദ പ്രോബ്ലം, ഈ ഇൻകൺസിസ്റ്റൻസിയും ഇങ്ങനെയുള്ള ഹ്യൂമൻ ക്രൈസിസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഒക്കെ കൂടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്കഷന് വേണ്ടി ഒരു പുതിയൊരു തരം അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള വേറൊരു തരം, അങ്ങനെയാണ് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ റെലവൻസിലേക്ക് നമ്മൾ വരുന്നത്. സോ ദിസ് ഗിവ്സ് എ റഫ് ഇൻഡിക്കേഷൻ ഓഫ് വാട്ട് ആൻഡ് വെൻ മോഡേണിസം വാസ്. ഡസ് പോസ്റ്റ് മോഡേണിസം ദെൻ ദ കണ്ടിന്യൂ ഓർ ഇറ്റ്സ് ഓപ്പോസിറ്റ്? To decide this, we need to attempt a working definition of the second term. അതാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ ആ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ആ ടേം വെച്ചുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആസ് യൂഷ്വൽ നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ കാര്യത്തിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് ആക്ച്വലി ദ ഡിസ്കഷൻ ബിഗിൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂഷനാണോ റെബല്യൻ ആണോ? ആ ഉത്തരം തന്നെ നെക്സ്റ്റ് സെഷനിൽ റിഗാർഡിംഗ് പോസ്റ്റ് മോഡേണിസം വെൻ വി come across certain definitions as well as description, we will get that. Thank you.